ഹായ് ഓൾ, കുറേ ദിവസമായി ഒരു ലോങ് ലെങ്ത് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അതിനൊരു സമയം ഒത്തു വന്നു. കാര്യം കുറേ പേര് നിങ്ങൾ ബിടെക് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ടയർ 2 ടയർ 3 കോളേജിൽ നിന്നും ഒക്കെ അഡ്മിഷൻ എടുത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. 2012 ഞാൻ എങ്ങനെയാണോ ബിടെക്കിൽ ചേർന്നത് അതുപോലെ ആയിരിക്കും നിങ്ങളിപ്പോഴത്തെ ഉള്ള അവസ്ഥ. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 2012 IT എംപ്ലോയീസായിട്ട് ജോലി ചെയ്യുന്നവരുടെ സാലറി 25,000 26,000 ആണെങ്കിൽ ഇന്ന് അത് 27,000 28,000 അത്ര തന്നെ. അപ്പോൾ ജോലിയിലും ജോലി സാധ്യതകളിലും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും AI വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയൊരു മാറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതല്ല. ഓക്കെ, പക്ഷെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജോലി കിട്ടുമോ? വളരെ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എത്രയോ ലക്ഷം ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്. പാടാണ്, PSC പോലുള്ള ജോബുകളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ പോയിട്ട് ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ എഞ്ചിനീയർ ആവാനോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാം ഗൂഗിളിൽ പോയി ജോലി കിട്ടാനോ ഒന്നും പോകുന്നില്ല. നമ്മുടെ ഈ ഒരു ടയർ 2 ടയർ 3 കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ആകെ ഒരു ഗുണം ബിടെക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ലോജിക്കലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് തന്നെ വലിയൊരു സംഭവം. അപ്പോൾ വേറെ ഒരു പ്രോഗ്രാമിൽ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യുക, ഗ്രൂപ്പായിട്ടുള്ള കുറേ പ്രോജക്ട്സ് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ഒരു കോംപ്ലക്സിറ്റി സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ബിടെക്കിൻ്റെ ഗുണം. ഞാനത് ബിടെക് പഠിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ ആധികാരികമായിട്ട് ഒന്നും നമ്മൾ ഇറങ്ങി പോകുന്നില്ല. അൺലെസ് വി ആർ സ്റ്റഡിങ് ഇറ്റ് ഫ്രം ടോപ്പ് 10 IIT, ടോപ്പ് 5 NITs അല്ലെങ്കിൽ ബിറ്റ്സ് പിലാനി പോലുള്ള കോളേജസിൽ നിന്നൊന്നും പഠിച്ചിറങ്ങിയില്ലെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റഡി ഇറ്റ് ഇൻ എ ഡീപ് സെൻസ്. എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ നമ്മളത് പഠിച്ച് പാസ്സായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്താണ് നെക്സ്റ്റ് ലൈഫിൽ ജോബ് കിട്ടുക, അവരുടെ സാധ്യതകൾ എന്താന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് കിട്ടാൻ പോകുന്ന ജോബ് എന്ന് പറയുന്നത് ഒട്ടനവധി ജോബുകളുണ്ടാവും. ഫസ്റ്റ്, ഇപ്പം ഞാനിപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ബാങ്കിങ് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കത് ഹെൽപ്ഫുള്ളായത്, ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം സ്റ്റാർട്ടപ്പ് പോലുള്ള മേഖലകളുണ്ടെന്നും അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാമെന്നും അത് വെച്ചിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്നും ഒക്കെ ഉള്ള ഒരു ബേസ് ലൈൻ, അറ്റ്ലീസ്റ്റ് ആ ബേസ് ലൈൻ നമുക്ക് കിട്ടും. അത് മതി. അങ്ങനെയുള്ള കുറേ ബേസ് ലൈൻ കുറേ കാര്യങ്ങൾ നമുക്ക് ബിടെക് പഠിക്കുമ്പോഴത്തേക്കും കിട്ടും. പക്ഷെ അൺലെസ് നിങ്ങളൊരു IIT പഠിക്കുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കോർ എലമെന്റ് നമുക്ക് കിട്ടും. മറ്റേത് നമുക്കൊരു ബേസ് സാധനം കിട്ടും. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രാമിങ് ഈ ഒരു സിയിൽ ചെയ്യാം അല്ലെങ്കിൽ ജാവയിൽ ചെയ്യാം. പക്ഷെ മറ്റവനാണെങ്കിൽ അത് ആ പ്രോഗ്രാമിങ് എടുത്ത് അവൻ തന്നെ ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അവൻ തന്നെ ആ പ്രോഗ്രാമിങ് ഫുള്ളായിട്ട് പഠിച്ച് ഇതാണ് സാധനം എന്നുള്ളത് അവൻ കൊണ്ടുവരും. മറ്റേത് നമുക്ക് ഇതിൽ ചെയ്താൽ ഈ സാധനം വരും എന്നുള്ളൊരു ഐഡിയ കിട്ടും. മനസ്സിലായി? വളരെ ടോപ്പ് ലെയറിൽ കിടക്കും. മറ്റൊരു കോറിൽ പോയിട്ട് അതിൻ്റെ ഫുൾ ഇൻഡെപ്ത് നോളജ് പഠിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബിടെക് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കായാലും നമുക്കിതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ്. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു നാളൊരു ബാങ്കിങ്ങിന് ജോബിൽ പോയാലും, നിങ്ങളൊരു മാനേജ്മെൻറ്റ് ലെവലിലുള്ള ജോബിൽ പോയാലും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ IT മാനേജ്മെൻറ്റ് ബിസിനസ് സൈഡിലേക്ക് പോയാലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് ധാരണയുണ്ടാവും. ആ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ധാരണ ഉണ്ടാവും. അത് മതി. അറ്റ്ലീസ്റ്റ് നല്ലൊരു ജോലി കിട്ടി സാലറിയിൽ പോകാനായിട്ട് അത് ധാരാളം മതിയാവും. സോ ആ കോംപ്ലക്സിറ്റി സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിടെക്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം. അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് സെമി കണ്ടക്ടറിൻ്റെ ആത്യന്തികമായിട്ട് പഠിച്ച് നിങ്ങളൊരു IITനെ എക്സ്പെൽ ചെയ്ത് നിങ്ങൾ ആ ഒരു ജോബ് പ്ലേസ്മെന്റിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ 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 സാധ്യത കുറവാണ്. പറ്റില്ല എന്നുള്ളതല്ല, സാധ്യത വളരെ കുറവാണ്. അത്രയും അധികം നിങ്ങൾക്ക് പാഷനേറ്റ് ആണെങ്കിൽ യു ഷുഡ് ബി ഗെറ്റിംഗ് ഇൻ ടു എ ടോപ്പ് IITs, NIT, ബിറ്റ്സ് പിലാനി ഓർ വാട്ട് എവർ.
ഓർ നിങ്ങൾ ഇവിടെ വന്ന് വളരെ നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻസും കാരണം നിങ്ങൾ അടുത്തുള്ളൊരു കോളേജിൽ വന്ന് ചേർന്നു, പക്ഷെ നിങ്ങൾ എക്സ്പെൽ ചെയ്തു, 9 ഔട്ട് ഓഫ് 10 CGPA നിങ്ങൾ ഗേറ്റ് ക്രാക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള വളരെ 100 പേരെടുത്ത് കഴിഞ്ഞാൽ 1-2 പേരുണ്ടാവും. അവരെ അല്ല ഞാൻ പറയുന്നത് ദ ടോപ്പ് ആവറേജ് മിഡിൽ ക്ലാസ് CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് പഠിച്ച് റാങ്ക് ഒന്നും അത്രത്തോളം വലുതായിട്ട് ഇല്ലാത്തവരുടെ സാധ്യതകളാണ് ഞാൻ സംസാരിച്ചുകൊണ്ട്. ഇനി നമ്മളെപ്പോലെ ആവറേജ് ആയിട്ട് നിൽക്കുന്നവർക്ക് പറ്റുന്ന കുറേ സാധ്യതകൾ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾ ഈ ടൂൾസ്, ഇപ്പോൾ ഏത് മേഖലയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഇപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ സെമി കണ്ടക്ടർ പോലുള്ള കോർ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. കോർ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളിപ്പോൾ സെമി കണ്ടക്ടർ കോഴ്സസ് ഒക്കെ ആണ്, മീൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഈ സെമി കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പല കോഴ്സസും യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഒരു ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ എഴുതി അതിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് 2-3 hours നിങ്ങളുടെ വീക്കെൻഡ്സിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെനിക്ക് പറ്റിയിട്ടുള്ള പണിയല്ല എന്ന്. അങ്ങനെയുള്ളവർക്ക് കോർ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ വിട്ടേ പോവാം. അപ്പം ബിടെക്കിനെ കാണാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു കോംപ്ലക്സ് ഒരു സബ്ജക്റ്റ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു മേഖല അറ്റ്ലീസ്റ്റ് ഒരു 60-65% മാർക്ക് കിട്ടിയിട്ട് നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക, പെന്നൊക്കെ പോലെയുള്ളത്. അല്ലാത്ത പക്ഷം ഇപ്പോൾ വേറെ EV ബാറ്ററി ടെക്നോളജിയെ പറ്റിയിട്ട് നിങ്ങൾ 2 ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർക്ക് സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ EV ബാറ്ററി ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ ആൾക്കാർക്കും മെക്കാനിക്കൽ ആൾക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു മേഖലയാണ് EV ബാറ്ററി ടെക്നോളജി ആൻഡ് അപ്സ്കില്ലിംഗ്. അപ്പോൾ അതിൻ്റെ അപ്സ്കില്ലിംഗ് ആദ്യം എന്ത് ചാടി ഓടിപ്പോയിട്ട് നിങ്ങൾ 1 year കോഴ്സസ് 1 ലക്ഷം 2 ലക്ഷത്തിന് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് EV ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് യൂട്യൂബിൽ പോയി ഫ്രീ ആയിട്ടുള്ള പല റിസോഴ്സസും ഉണ്ട്. എബ്രോഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ ഉണ്ടാവും. അപ്പം ഇത് പോയിട്ട് നിങ്ങൾ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അതിനെ നോട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കാം. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പാടെ അവിടെ വിടുക, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പാടെ വിടുക. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൊരു മേഖലയേ അല്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ബേസിക് ആയിട്ടുള്ള മീൻസ് ഡാറ്റ അനലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതുപോലുള്ള ബേസിക് കോഴ്സസ് ഉണ്ട്, എല്ലാ സ്ട്രീംസുകാർക്കും പറ്റും. ആ കോഴ്സുകൾ എടുക്കുക, അതായാലും മതിയോ. ഡേറ്റ അനലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്, ഇറ്റ്സ് ഫോർ എവ്രി വൺ. ആർക്ക് വേണമെങ്കിലും അത് പഠിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ് പോലുള്ള ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകളിലാണെങ്കിൽ അതിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാംസ് 1 year 2 year എടുത്ത് ക്രാക്ക് ചെയ്ത് ആ ഒരു ഫീൽഡിലേക്ക് പോകും. അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി ഇൻ ദാറ്റ് ലെവൽ. ബാങ്കിങ്, ഇൻഷുറൻസ്, മാനേജ്മെന്റ്, ദാറ്റ് ഈസ് ഒരു ബേസ് ലൈൻ ഫോർ ഓൾ BTech or engineering holders എന്ന് പറയും. So you should not be a person who should be very much aligned to go to a very operational works. ഒന്നും തെറ്റൊന്നുമില്ല. ഇപ്പോൾ SSC CGL പോലുള്ള മേഖലകളിൽ പോകുന്നത് തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എങ്കിലും ദ കോമൺ ജോബ്സ്, അതായത് നമുക്ക് കോർ സ്ട്രീംസ് പറ്റാത്തവർക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒന്നി യു ഷുഡ് ഗോ ഫോർ എ ബിസിനസ് സൈഡ് ഓർ എൻ banking or finance side. That is the basic jobs for a engineer. എല്ലാ ഫീൽഡുകാർക്കും പറ്റുന്ന ഒരു മേഖലയാണ്. റാദർ ദാൻ സ്റ്റേറ്റ് PSCs ആൻഡ് SSC CGL അല്ലെങ്കിൽ സിവിൽ സർവീസ് ഈസ് എൻ എൻറ്റയർ ഡിഫറെൻറ്റ് സ്പെക്ട്രം. ഇതുപോലത്തുള്ള ബാക്കിയുള്ള ഈ ഓപ്പറേഷണൽ ഗവൺമെൻറ്റൽ സൈഡ് ബിസിനസ് നിങ്ങൾക്ക് അത്രത്തോളം ഷൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇഫ് യു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് യു ക്യാൻ. സോ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഓരോരോ എൻജിനീയറിംഗ് കോർ ആൾക്കാർക്കും അവരവരുടെ സ്പെസിഫിക്
സാധനങ്ങളുണ്ട്. ലൈക്ക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആർക്കുകൾക്ക് EV ബാറ്ററി ടെക്നോളജി, ഇലക്ട്രോണിക്സുകാർക്ക് സെമി കണ്ടക്ടേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് IT-കാർക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്, സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ്. അപ്പോൾ ഈ സൈറ്റ്സ്. സിവിൽ എൻജിനീയറിങ് ആൾക്കാർക്ക് സസ്റ്റൈനബിൾ ആൻഡ് റിന്യൂവബിൾ കൺസ്ട്രക്ഷൻ സ്കിൽസ്. അപ്പോൾ ഇതെല്ലാം ബാക്ക്ഡ് വിത്ത് AI നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ എന്നുള്ളത് നോക്കുക. അതാണ് ആൾക്കാർക്കുള്ള എൻ്റെ സജഷൻസ്. അപ്പോൾ കോർ അല്ലാത്തവർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there are options like you go and work with an startup കമ്പനീൻ്റെ ഓപ്പറേഷണൽ സൈഡിൽ വർക്ക് ചെയ്യുക 2 to 3 years. ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ഡേറ്റ അനലിറ്റിക്സോ കോഴ്സ് പഠിച്ചതിന് ശേഷം, ഈ 2 കോഴ്സാണ് വളരെ ജനറലിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സ്. ഈ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ 2 to 3 years വർക്ക് ചെയ്യുക. ആ വർക്ക് എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട് ഒരു MBAക്ക് പോകുക. MBAക്ക് പോയിട്ട് ആ MBA പാരലി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബേസ് ലൈൻ വെച്ചുകൊണ്ട് അടുത്തൊരു കമ്പനിയിലേക്ക് പോവുക. യു വിൽ ബി ഗെറ്റിംഗ് എ ഡീസൻറ്റ് സാലറി ഓൾ അക്രോസ് യുവർ ലൈഫ്. സോ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ BTechന് ചേർന്നിട്ടുള്ള എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ് ലൈക്ക് AI ബേസ്ഡ്, AI ബാക്ക്ഡ്, നത്തിങ്. AI എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കൊരു അത് പഠിച്ചത് കൊണ്ട് ജോലി കിട്ടാനായിട്ട് പോകുന്നേ ഇല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ദ കോമൺ ബേസിക് സ്ട്രീംസും സബ്ജക്ട്സും ഇപ്പോഴും ഉണ്ട്. ഇലക്ട്രോണിക്സിന് സെമി കണ്ടക്ടേഴ്സ്, മെക്കാനിക്കൽ ഇലക്ട്രിക്കലിന് EV ബാറ്ററി ടെക്നോളജി, സിവിലിന് റിന്യൂവബിൾ ആൻഡ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻസ്, കമ്പ്യൂട്ടർ സയൻസിന് ക്ലൗഡ് കമ്പ്യൂട്ടിങ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പോലുള്ള പല ഡിഫറെൻറ്റ് മേഖലകളുണ്ട്. ഇതിനെ AIയുടെ അഡ്വാൻസ്ഡ് ടൂൾ വേർഷൻസുമായിട്ട് ലിങ്ക് ചെയ്യാണ് AIയുടെ സാധ്യത. അല്ലാതെ AI BTech, AI MCA, AI BSc എന്നൊക്കെ പറയുന്നതൊക്കെ ഇറ്റ്സ് നത്തിങ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു സാധ്യത വരുമെന്നുള്ളത് എനിക്കറിയില്ല. Basically, if you are consulting with me, I will say that you don't have to take a course like AI BTech. So you take a generalistic course. This generalistic course നമുക്ക് എന്തായാലും ആവശ്യമാണ്. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇന്ത്യ അടുത്ത് ബൂം ചെയ്യാൻ പോകുന്ന ഒരു സെക്ടറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് EV ബാറ്ററി ടെക്നോളജി നെക്സ്റ്റ് ബൂം ചെയ്യാൻ പോകുന്ന സെക്ടറാണ്. സിവിൽ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ, റിന്യൂവബിൾ കൺസ്ട്രക്ഷൻ ബൂം ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രീമാണ്. അപ്പം ഇതൊക്കെ പഠിച്ചുകൊണ്ട് AIയുടെ പല പല ടൂൾസിനെ ഇതിനെ സഹായിക്കാൻ പറ്റും. അപ്പം അതാവണം നിങ്ങളുടെ മെയിൻ അജണ്ട, ക്രൈറ്റീരിയ, എവറിത്തിങ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു എൻജിനീയർ ആയിട്ട് മാറാൻ പറ്റും. വാട്ട് ഈസ് എൻ എൻജിനീയർ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, വൺ ഹൂ സോൾവ്സ് എ കോംപ്ലക്സ് തിങ്. ഞാൻ IIT NIT-കാരുടെ അടുത്തല്ല ഞാൻ പറയുന്നത്. നോർമൽ ആവറേജ് Tier 2 Tier 3 ഒരു BTech പഠിക്കുന്ന ഒരു ആളുടെ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ വൺ ഹൂ സോൾവ്സ് എ കോംപ്ലക്സ് പ്രോബ്ലം ഇൻ ടു സിമ്പിൾ തിങ്സ്. സോ അതാണ് എഞ്ചിനീയർ ആകേണ്ടത്. സോ ഡോണ്ട് ഗോ ബിഹൈൻഡ് ദീസ് ഫോമോസ് ലൈക്ക് AIയുടെ ബാക്കിലേക്ക് പോകണം, AI കിട്ടിയാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, AI റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സർട്ടിഫിക്കറ്റ് വാങ്ങി വയ്ക്കുക. അല്ല, ഏത് സബ്ജക്റ്റ് എടുത്താലും, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞ ഡേറ്റ അനാലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്താലും അതിനെ AI ടൂൾസ് കൊണ്ട് ഉപയോഗിക്കുക, അതിനെ പഠിക്കുക. 2000 കമ്പ്യൂട്ടർ വന്നത് എങ്ങനെയാണോ, അപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് പഠിക്കണം എന്നുള്ളതല്ല, കമ്പ്യൂട്ടർ എന്താണെന്നോ കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റ് എന്താണെന്നോ ഉള്ളതല്ല പഠിക്കുന്നത് നല്ലത് തന്നെയാണ്, മോശമെന്ന് പറയുന്നില്ല. പക്ഷെ ആ കമ്പ്യൂട്ടർ നിങ്ങളുടെ പല ദിനം ഉള്ള ഓപ്പറേഷൻസുമായിട്ട് എങ്ങനെ സിങ്ക് ചെയ്യാൻ പറ്റുക, അത് എത്രത്തോളം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക, അത്രത്തോളം നമ്മൾ സ്കിൽഡ് ആവും. സോ ഓൾവേസ് തിങ്ക് ലൈക്ക് ദാറ്റ്. AI എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സബ്ജക്ട്സിനോ ഓപ്ഷൻസിനോ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അല്ലാതെ അതെന്തോ ഒരു സംഭവമാണ് അത് പോയി പഠിക്കണമെന്ന് വിചാരിക്കാതിരിക്കുക. നിങ്ങളുടെ സ്വന്തം BTech ബ്രോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. സോ ഇതുപോലുള്ള ലെങ്തി വീഡിയോ ഓൾ സൺഡേസ് മാക്സിമം I will be doing anyway. Thank you so much. Bye. Have a nice day.